വന്യ വൈദിക ശ്രേഷ്ഠരെയും പ്രിയ വിശ്വാസ സമൂഹമേ, ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവ് ഒരുക്കിയ പെസഹായുടെ അനുഭവത്തെ ഓർപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ലോകം മുഴുവൻ വളരെയധികം വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. COVID-19 എന്ന മഹാവ്യാധിക്ക് അനേക ലക്ഷം ജനങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു. ഏകദേശം 14 ലക്ഷത്തിലധികം ജനങ്ങൾ കോവിഡ് എന്ന മഹാരോഗം പിടിച്ചടക്കിയിരിക്കുന്നു. ഏകദേശം 84,000-ത്തിലധികം ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, പ്രിയപ്പെട്ടവരുടെ ഈ ലോകത്തിൽ നിന്നുമുള്ള വേർപാടുകൾ, അവിടെയൊക്കെ ദുഃഖത്തിൻ്റെയും വേദനകളുടെയും ആകാംക്ഷകളുടെയും ആകുലതകളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ജനസമൂഹത്തിന് ആശ്വാസവും സമാധാനവും ധൈര്യവും കർത്താവ് ഉയരങ്ങളിൽ നിന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മഹാവിപത്തിനെ നേരിടുന്നതിനു വേണ്ടി അതാത് രാജ്യങ്ങളിലെ ഭരണകർത്താക്കളും അതാത് രാജ്യങ്ങളിലെ മെഡിക്കൽ ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, വോളണ്ടിയേഴ്സ്, അങ്ങനെ വിവിധ തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരുടെ ശുശ്രൂഷകൾ നിന്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പെസഹായുടെ ആ നല്ല ഓർമ്മ പങ്കിടുന്ന നിമിഷമാകുന്നുവല്ലോ. കർത്താവ് ആദ്യമായി വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച ആ അനുഭവമാണിത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വിശുദ്ധ കുർബാന? യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. വളരെ വ്യക്തമായി യേശുക്രിസ്തു അവിടെ പറയുകയാണ്, ഞാൻ ആരാകുന്നു? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. വീണ്ടും കർത്താവ് പഠിപ്പിച്ചു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്.
എന്റെ മാംസം കുടിക്കാതെയും എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിലും വസിക്കുന്നു. എന്റെ പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രിയ വിശ്വാസ സമൂഹമേ, കർത്താവ് അനുഷ്ഠിച്ച ആ വിശുദ്ധ കുർബാന അത് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അതാ കർത്താവ് പറഞ്ഞത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. പിന്നെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് ജീവന്റെ അനുഭവമാണ്. ഏദൻ തോട്ടത്തിൽ ആ ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയ ആദ്യ മാതാപിതാക്കൾ മരണത്തിന്റെ അനുഭവത്തിന് വിധേയരായിത്തീരുന്നു. എന്നാൽ ആ ഏദൻ തോട്ടത്തിൽ അത് സംഭവിച്ചുവെങ്കിൽ ഇന്ന് കർത്താവ് ആ പെസഹ ആചരിക്കുമ്പോൾ കർത്താവ് വീണ്ടും നഷ്ടപ്പെട്ടു പോയ മനുഷ്യ ദൈവ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എത്ര അനുഗ്രഹീതമായ അനുഭവമാണ്. ഞാൻ കർത്താവിൽ വസിക്കുകയും കർത്താവ് എന്നിൽ വസിക്കുകയും ചെയ്യുന്ന അനുഭവം. അതുകൊണ്ട് തീർന്നില്ല. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് അനുഷ്ഠിച്ച ഈ വിശുദ്ധ കുർബാന അത് ജീവന്റെ അനുഭവമാണ്. തകർന്നും തളർന്നും നുറുങ്ങിയ ഹൃദയത്തോടും മാനസികമായ സംഘർഷങ്ങളോടും ശാരീരികമായ ക്ലേശങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിലേക്ക് വന്ന് അവന്റെ ജീവന്റെ സിംഹാസനമാകുന്ന വിശുദ്ധ മേശയുടെ അരികെ നാം മുട്ടുകുത്തി അവന്റെ ശരീരവും അവന്റെ തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ നൽകുന്നത് ഈ ജീവന്റെ അനുഭവമാണ്. പ്രിയ വിശ്വാസ സമൂഹമേ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനങ്ങളിലും ഈ അനുഗ്രഹീതമായ ജീവന്റെ അനുഭവം ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ വിശുദ്ധ മേശയെ ഒരുക്കിയത്, ഈ പെസഹ ആചരിച്ചത്. നിങ്ങൾ നോക്ക്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ ഉള്ളം കലങ്ങി.
കർത്താവ് പെസഹ ഒരുക്കിയിരിക്കുകയാണ്. ഇതാ ആദ്യമായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനു വേണ്ടി കർത്താവ് ആ മാളിക മുറിയിൽ തന്റെ ശിഷ്യന്മാരുമായി ആ സന്ധ്യാസമയത്ത് കൂടി വന്നിരിക്കുകയാണ്. ശിഷ്യന്മാരോടൊപ്പം അവൻ ആ മേശയിൽ ഇരിക്കുമ്പോൾ അവന്റെ ഉള്ളത്തിന്റെ അനുഭവമാണ്. അവന്റെ ഉള്ളം കലങ്ങി. പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളം കലങ്ങലുകളുമായി അവന്റെ അടുത്തേക്ക് വരണം. ആ ആദ്യ കുർബാനയുടെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. In that holy table, Jesus was not able to control his inner struggles within himself. വളരെയധികം ആന്തരിക സംഘർഷങ്ങൾ യേശുവിന് അവിടെയുണ്ട്. ആ ആദ്യ വിശുദ്ധ കുർബാനയെ അനുഷ്ഠിക്കുമ്പോൾ ക്രിസ്തു ഉള്ളം കലങ്ങിയവനായി കാണുകയാണ്. He was not able to control his inner struggles within himself. എന്തായിരുന്നു അത്? കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ആ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ചോദിക്കുകയാണ്, ആരാണ് ആരാണ്? ഈ അനുഭവത്തിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഉള്ളക്കലങ്ങലുകളുമായി ഈ വിശുദ്ധ കുർബാനയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് സ്തോത്രം ചൊല്ലുവാനുള്ള ഒരു അവസരവും ഉണ്ടാകും. വീണ്ടും നാം ആ വേദഭാഗത്ത് നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഈവൻ in that holy moments and in the holy table, in the presence of Jesus, the life of Judas was geared by the power of Satan. ഇതുകൂടി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മഹാപുരോഹിതന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ 30 വെള്ളിക്കാശ് അവന് തൂക്കിക്കൊടുത്തു. അവൻ ആ 30 വെള്ളിക്കാശുമായിട്ടായിരിക്കണം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ വിശുദ്ധ മേശയെങ്കിലേക്ക് വന്നത്. ആ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ശിഷ്യന്മാർ ദുഃഖിച്ചു. ആരാണിത് ചെയ്യുന്നത്? യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്,
ആ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരുടെ കരങ്ങളിലേക്കാണ് അപ്പകണ്ഡം മുക്കി നൽകുന്നത്, അവൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ യേശു അപ്പകണ്ഡം മുക്കി ഇസ്കറിയോത്ത് യൂദായുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. അവൻ അത് വാങ്ങിയ ഉടനെ എന്താ സംഭവിച്ചത്? സാത്താൻ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വളരെ വ്യക്തമായി യേശു യൂദായിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗം ചൂണ്ടിക്കാട്ടി. എന്നിട്ടും അവൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. അവിടെ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 30-ാമത്തെ വാക്യം, 13-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അവൻ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. ശ്രദ്ധിക്കുക, അവൻ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു പോയി. അവൻ തന്റെ ഗുരുവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. സഹശിഷ്യന്മാരുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അവൻ പോകുന്നത് എങ്ങോട്ടാണ്? അന്ധകാരത്തിലേക്കാണ്. അപ്പോൾ രാത്രിയായിരുന്നു. പ്രിയ വിശ്വാസ സമൂഹമേ, ശ്രദ്ധിക്കണം. Even when we are in the hands of Jesus, there is a possibility of breaking the relationship with the Master, who is the giver of our life. ആ യജമാനനുമായുള്ള, എൻ്റെ സൃഷ്ടിതാവുമായുള്ള ബന്ധം തകർക്കാൻ സാധിക്കും. even when we are in the hands of our Creator. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്: കുശവന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കളിമൺ പാത്രം പൊട്ടിപ്പോകുകയാണ്. There is a possibility of breaking the pot even when it is in the hands of the potter. പ്രിയ ദൈവജനമേ, ഓരോ വിശുദ്ധ കുർബാനയും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ മകനെയും മകളെ, ഓരോ വിശുദ്ധ കുർബാനയിലേക്കും നാം പ്രവേശിക്കുമ്പോൾ സാത്താനുള്ളിൽ കടക്കാതെ വണ്ണം നിർമ്മല ഹൃദയത്തോടെ, പാശ്ചാത്താപ ഹൃദയത്തോടെ, അനുതാപ ഹൃദയത്തോടെ ആ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കണം. ഇനിയും ആ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ അപ്പം എടുത്തു, സ്തോത്രം ചെയ്തു, വാഴ്ത്തി, നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപവിമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. പ്രിയ ദൈവമക്കളെ, ഇവിടെയെല്ലാം ഒരു സ്തോത്രം ചെയ്യലുണ്ട്. The holy table of Jesus Christ is the place of thanksgiving, and it is a place of
experiencing the inner strength, power, and vision, the inner courage to face the cross and its pain. A journey for the resurrection experience. അതുകൊണ്ടാണ് ഇപ്രകാരം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. It is a place of thanksgiving. ദൈവസന്നിധിയിൽ സ്തുതിയുടെയും സ്തോത്രങ്ങളുടെയും അനുഭവമാണ്. മാത്രമല്ല, it is a place of experiencing the inner strength, the inner power, and the inner vision. And it is a place of experiencing the courage to face the cross and its pain. A way for the resurrection experience. ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വകരമായ അനുഭവത്തിലേക്കുള്ള യാത്രയിൽ ആ ക്രൂശിനെ അഭിമുഖീകരിപ്പാൻ, ആ ക്രൂശിന്റെ വേദനകളെ അഭിമുഖീകരിപ്പാൻ ലഭ്യമാകുന്ന ഒന്നാണ് കർത്താവ് ഒരുക്കിയ ആ വിശുദ്ധ മേശയുടെ അനുഭവം. പ്രിയ ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, തകർച്ചകളുടെ മധ്യത്തിൽ അതിനെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് മുൻപേ ഉയർന്നു വരുന്ന വലുതും ചെറുതുമായ ഓരോ ക്രൂശിനെയും അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന ശക്തിയും ബലവും സൗഖ്യവും അത് കർത്താവിന്റെ തിരുമേശയിൽ നിന്നാണ്. ഇതെന്തിനു വേണ്ടി? എ വേ ഫോർ റിസറക്ഷൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകണം. പ്രിയ ദൈവജനമേ, ഞാനിവിടെ നിർത്തുകയാണ്. കർത്താവിന്റെ തിരുമേശയുടെ അനുഭവത്തിലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കുമ്പോൾ ഈ വലിയ ദർശനത്തോടു കൂടെ നമുക്ക് കർത്താവിന്റെ തിരു ശരീരം ഭക്ഷിപ്പാനും കർത്താവിന്റെ തിരുരക്തം പാനം ചെയ്യുവാനും സാധ്യമാകണം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇന്ന് നീ ഒരുക്കിയ പെസഹായുടെ അനുഭവത്തെ കുറിച്ച് ധ്യാനിപ്പാൻ, ആ വലിയ ശുശ്രൂഷയുടെ അനുഭവത്തെ ഞങ്ങളുടെ അനുഭവമാക്കി തീർക്കുവാൻ നീ നൽകിയിരിക്കുന്ന ഈ സമയത്തിനായി സ്തോത്രം. യേശുവേ, നിന്റെ തിരുശരീരം ഭക്ഷിക്കുകയും നിന്റെ തിരുരക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവമേ, നിന്റെ കൃപകൾ നിരന്തരമായി അനുഭവിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതയാത്രകളിൽ നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. അതിലൊക്കെ ഉപരിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലുതും ചെറുതുമായ ഓരോ കുരിശുകൾ, വേദനകൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അതിനെയൊക്കെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തരാക്കണം. എല്ലാത്തിലും ഉപരിയായി ദൈവമേ, നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ നിന്റെ ഈ വിശുദ്ധ മേശയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോഴും ആ യൂദായുടെ മനസ്സിലുണ്ടായതുപോലെ സാത്താൻ കടന്നു വരുന്ന നിമിഷങ്ങൾ
അതുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജീവിതവും ആ യൂദയുടെ ജീവിതം തകർന്നതുപോലെ ഒന്നായി തീരുമല്ലോ. നീ ഞങ്ങൾക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ ഇത്. ദൈവമേ, ഞങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർമ്മല ഹൃദയരായി, പാശ്ചാത്താപ ഹൃദയത്തോടെ, അനുതാപ മനസ്സുകളോടെ കടന്നു വരുവാൻ, നിന്റെ തിരു ശരീരവും തിരുരക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും, അതുമൂലം ഞങ്ങൾ ബലമുള്ളവരായി ഈ ലോകത്തിൽ നിന്റെ സാക്ഷികളായി തീരുവാനും ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ.